നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ കഴിഞ്ഞ കാൽനൂറ്റാണ്ടായിട്ടുള്ളൂ. അത് PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. അദ്ദേഹം ആഗ്രഹിച്ചാൽ നിയമസഭയിലേക്ക് മത്സരിക്കും, പാർലമെൻറ്റിലേക്ക് മത്സരിക്കും, രാജ്യസഭയിലേക്ക് മത്സരിക്കും. എവിടെ മത്സരിക്കണം, എപ്പോൾ മത്സരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചാൽ മതി. അതാണ് ലീഗിൻ്റെ രാഷ്ട്രീയ സംവിധാനം. ലീഗിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെ നിലനിർത്തുന്നതും മറ്റാരുമല്ല PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ലീഗിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റ് സംഘടനാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ PK കുഞ്ഞാലിക്കുട്ടി അറിയാതെ ഒരു ഇല പോലും ലീഗിൽ അനങ്ങില്ല. ലീഗിൻ്റെ ഗൾഫിലെ ബന്ധങ്ങളായാലും മിഡിൽ ഈസ്റ്റിലെ ബന്ധങ്ങളായാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധങ്ങളായാലും മറ്റു പാർട്ടികളുമായുള്ള ബന്ധങ്ങളായാലും എല്ലാം നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും PK കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. ഫലത്തിൽ ലീഗിലെ രണ്ടാമനാണെങ്കിലും അദ്ദേഹം ഒന്നാമൻ തന്നെയാണ്. ലീഗിൻ്റെ ഡി ഫാക്ടോ ലീഡറാണ് PK കുഞ്ഞാലിക്കുട്ടി. തങ്ങളൊക്കെ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞേ വരികയുള്ളൂന്ന് ലീഗിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. പക്ഷേ ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഇതിനിടയ്ക്ക് ഉയർന്നു വന്നു. അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കില്ല എന്നുള്ള ഒരു പ്രചരണം കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായിരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലേക്ക് വരാതിരുന്നപ്പോൾ, അധികാരം ലഭിക്കാതിരുന്നപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പതിയെ രാഷ്ട്രീയ വിടും അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകുമെന്നൊക്കെയുള്ള ചില പ്രചരണങ്ങൾ ലീഗിനുള്ളിൽ നടന്നിരുന്നു, UDFിനുള്ളിലും പൊതുസമൂഹത്തിലും നടന്നിരുന്നു. എന്നാൽ അങ്ങനെയൊന്നുമല്ല. PK കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്തോളം ലീഗിൻ്റെ അവസാന വാക്ക് അദ്ദേഹമായിരിക്കും. ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് ഉൾപ്പെടെയുള്ള പദവി കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ആയിരിക്കും എന്ന സൂചനയാണ് ലീഗിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. വേങ്ങര മണ്ഡലത്തിൽ നിന്ന് വീണ്ടും 2026 PK കുഞ്ഞാലിക്കുട്ടി ജനവിധി തേടും. UDF മന്ത്രിസഭ വരികയാണെങ്കിൽ അദ്ദേഹം വ്യവസായ IT ചുമതലകളുടെ വകുപ്പിൻ്റെ മന്ത്രി ആയിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇനി UDF അധികാരത്തിൽ വന്നില്ലായിരുന്നിരിക്കട്ടെ, LDF ആണ് വരുന്നതിരിക്കട്ടെ, ഒരുപക്ഷെ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെയും PK കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയന് മൂന്നാമത്തെ മന്ത്രിസഭയിൽ ഉണ്ടായേക്കാം. അത് നമുക്കിപ്പോൾ ഉറപ്പ് പറയുക സാധ്യമല്ല. അപ്പോഴത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ അല്ലെങ്കിൽ അപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അനുസരിച്ചിരിക്കും. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടി രാഷ്ട്രീയ വനവാസത്തിനൊന്നും പോകില്ല. അദ്ദേഹം മുസ്ലിം ലീഗിനെ നയിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ മുൻപന്തിയിലുണ്ടാകും. ലീഗിലെ വളരെ ഉയർന്ന മതേതര ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള നേതാവായിട്ടാണ് PK കുഞ്ഞാലിക്കുട്ടി അറിയപ്പെടുന്നത്. കാരണം എല്ലാ നേതാക്കൾക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും, എല്ലാ സമുദായ നേതാക്കൾക്കും സർവ്വസമ്മതനായ ഒരു വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി എന്നത് തർക്കമറ്റ വസ്തുതയാണ്. അദ്ദേഹത്തെ ഒരിക്കലും, മുസ്ലിം ലീഗുകാരനായതുകൊണ്ട് അദ്ദേഹത്തെ ഒരിക്കലും ആരും മാറ്റി നിർത്തില്ല. കാരണം എല്ലാ വിഭാഗം ജനങ്ങളോടും വളരെ അടുത്തിടപഴകി അവരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും ഒരു വിഭാഗത്തെ വെറുപ്പിക്കാതെ തങ്ങളുടെ കൂടെ നിർത്താനും എല്ലാം അനന്തര സാധാരണമായ കഴിവുള്ള ആളാണ് PK കുഞ്ഞാലിക്കുട്ടി. മാത്രമല്ല ലീഗിൻ്റെ പ്രധാന ഫൈനാൻസറും അദ്ദേഹമാണ്. അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ ലീഗിലേക്ക് പൈസ വരികയുള്ളൂ. ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ഓരോരുത്തർക്കും മത്സരിക്കാനുള്ള പണം അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടി ലീഗിലെ അവസാന വാക്ക് തന്നെയാണ്. അവസാന വാക്കായത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി മാറി നിൽക്കുമ്പോൾ എന്നുള്ള ചോദ്യം ഉയർന്നു വന്നപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് അടിസ്ഥാനമേ ഇല്ല. 2026 കുഞ്ഞാലിക്കുട്ടി തന്നെ ലീഗിനെ നയിക്കും. UDF ഭരണം വന്നാൽ അദ്ദേഹം തന്നെയായിരിക്കും പ്രധാന വകുപ്പ്. ലീഗിന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. വേങ്ങര നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെയായിരിക്കും അദ്ദേഹം ജനവിധി തേടുക എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ പാർലമെൻറ്റിലേക്ക് പോയപ്പോൾ അദ്ദേഹം ഇനി കേരള രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊക്കെ കുഞ്ഞാലിക്കുട്ടി തന്നെ തീരുമാനിക്കുന്ന കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് താൻ ഇനി വേണമോ വേണ്ടയോ എന്നൊക്കെ അടിസ്ഥാനപരമായിട്ട് തീരുമാനിക്കുന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. തങ്ങൾ കുടുംബത്തിന് പോലും അതിൽ വലിയ റോളില്ല. ഏതായാലും PK കുഞ്ഞാലിക്കുട്ടി വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കും. അദ്ദേഹം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവ്. UDF ഭരണം വന്നാൽ പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള കാര്യം ഏറെക്കുറെ തീർച്ചയായി കഴിഞ്ഞു.